ഹായ്, ബിഗ് ബോസ് സീസൺ 7 ഒരു ലൈവ് അപ്ഡേറ്റ് ആണ്. ആക്ച്വലി ഞാൻ ഇത് കുറച്ച് ദിവസം നിർത്തി വെച്ചതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ അനീഷ് ഒന്ന് അടങ്ങിയിട്ടുണ്ട്, അപ്പം നമുക്ക് വീണ്ടും കാണാം. ഇന്ന് വന്നത് വലിയൊരു സീരിയസ് ആയിട്ട് എനിക്ക് ഒത്തിരി ഹേർട്ട് ചെയ്ത ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ്. ആദില അന്നൂറ ഇപ്പോൾ അവിടെ ഒരു ടാസ്ക് നടക്കുന്നുണ്ട്. ആ ടാസ്കിനെ ബേസ് ചെയ്തിട്ട് നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. ഞാൻ ടാസ്കിനെയോ അല്ല അവരുടെ കളിയോ ഗെയിമോ ഒന്നുമല്ല പറയാൻ പോകുന്നത്. ആക്ച്വലി ആദില അന്നൂറയെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് ചിലരുടെയൊക്കെ കമൻസ് കണ്ടിരുന്നു ഈ ലൈവ് സെക്ഷനിൽ തന്നെ. ഭയങ്കര ഗ്രേറ്റ് ഡിസിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പക്ഷേ അതൊരു ഗ്രേറ്റ് ഡിസിഷനായിട്ട് തോന്നിയിട്ടില്ല. ഫസ്റ്റ് തിങ്, അതിൻ്റെ പ്ലേ എന്താണെന്നും ആ ടാസ്ക് എന്താണെന്നും ടാസ്കിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്നും മനസ്സിലാക്കാതെയാണ് അവരങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. അതായത് ടാസ്ക് എന്താണെന്ന് ഞാനിന്ന് വിശദീകരിക്കാം. അവിടെ ഇങ്ങനെ 4 നമ്പറായിട്ട് കാർഡ് വെച്ചിട്ട് അതിനകത്തേക്ക് പോയിട്ട് അവർക്ക് തീരുമാനിക്കാം, ത്യാഗം ചെയ്യുക അങ്ങനെ എന്തോ ആണ് അതിനൊരു പേര് കൊടുത്തിരിക്കുന്നത്. അപ്പം അവിടെ ചെന്ന് ഈ ഓരോ കാർഡും ചൂസ് ചെയ്യുക, കാർഡിൽ എഴുതിയിരിക്കുന്ന കാര്യത്തിനനുസരിച്ചിട്ട് അഭിപ്രായം പറയുക, അല്ല തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 750 പോയിന്റ്സ് ആണ് ബിഗ് ബോസ് കൊടുക്കുന്നത്. ഈ 750 പോയിന്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം റേഷൻ വാങ്ങിക്കാം. അറിയാമല്ലോ, അവിടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡാണുള്ളത്. ഡ്രസ്സ് വളരെ പാടാണ്. രേണു സുധിയുടെ ഡ്രസ്സ് മാത്രമാണ് ഞാൻ കൺസേൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എന്നും ഒരു ചുവപ്പും മഞ്ഞയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഡ്രസ്സിൻ്റെ കാര്യത്തിൽ നല്ല പ്രശ്നം അവർ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ അവർക്ക് ഈ ടാസ്കിൽ ഇത്രയും നമ്പേഴ്സ് കിട്ടണമെങ്കിൽ അത്രയും എമൗണ്ട് അവർക്ക് അവിടെ നിന്ന് എടുക്കാമല്ലോ, സാധനങ്ങൾ എടുക്കാൻ പറ്റുമല്ലോ. ഇതിൽ സാധനങ്ങളെല്ലാം കൂടെ ഒരു മുറിക്കകത്ത് കൊണ്ടുവച്ചിട്ട് ഇവരിട്ട് വട്ട് കളിപ്പിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു സംഗതിയിൽ ഈ 750 പോയിന്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വാല്യൂഡ് ആണ്. ഇത്രയും പേർക്ക് കിട്ടാവുന്ന ഫെസിലിറ്റീസിൽ കിട്ടാവുന്ന ആ ഒരു നമ്പറിനാണ് ഇവർ ഡിനേ ചെയ്യുന്നത്. അത് ത്യാഗമാണെന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണ സഹിതം, അതായത് കമൻസിൽ വന്നതിൻ്റെ ഒരു വൈരുദ്ധ്യം കൊണ്ട് ഞാൻ പറയുന്നതാണ്. അതിലെയും നൂറയും ചൂസ് ചെയ്യാനായിട്ട് പറയുന്നത് 3 ഫാമിലിയെ കൊണ്ടുവരാനുള്ളതിനെ ചൂസ് ചെയ്യാൻ പറയും. അപ്പോൾ ഇവർ രണ ഫാത്തിമയുടെ ഫാമിലിയെ ചൂസ് ചെയ്യും, രേണു സുധിയുടെ ഫാമിലിയെ ചൂസ് ചെയ്യും, അപ്പാനി ശരത്തിൻ്റെത് ചൂസ് ചെയ്യും. അപ്പാനി ശരത്ത് വൈഫ് ഗർഭിണിയൊക്കെ ആയിരിക്കുന്നത് കൊണ്ട് കുറച്ച് വീക്കാണ് ഫാമിലിയെ കാണാൻ വേണ്ടിയിട്ട്. രണ ഫാത്തിമയും ഇതുപോലെയൊക്കെ കിടന്ന് മോങ്ങയും കരയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് അവർക്കും ഫാമിലി കൊണ്ടുണ്ട്. എല്ലാവർക്കും ഫാമിലിയെ കാണണമെന്ന് തോന്നുന്നുണ്ട്, അതില്ല. പക്ഷെ അവർ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഇവർക്ക് കൊടുക്കുന്നു. പിന്നെ രേണു സുധിയുടെ ഫാമിലി, സോ ഒബിയസ് രേണു പുറത്താകാൻ ചാൻസസ് ആർ ദയർ. എൻ്റെ ഒരു അസംഷനാണ്. കാരണം പ്രത്യേകിച്ച് പ്ലേ ഒന്നും കളിക്കാതിരിക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകും. അപ്പോൾ ഈ ഫാമിലി ടാസ്ക് വരുന്നതിൽ ഏർലി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് രേണു സുധിക്ക് വരട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സജഷനോ എന്താണെന്ന് അറിയത്തില്ല. സ്ക്രിപ്റ്റഡ് അല്ല എന്ന് പറയുന്നിടത്ത് നമുക്ക് അതിനെപ്പറ്റി അഭിപ്രായം പറയാനൊക്കത്തില്ല. ബട്ട് സ്റ്റിൽ ഈ 3 ഫാമിലികളെയാണ് കൊണ്ടുവരണം എന്നുള്ളത്. ഫാമിലി ടാസ്ക് വരുന്നതിനകത്ത് അവർ വരട്ടെ എന്നുള്ളൊരു സജഷനാണ്. മാത്രമല്ല ഇതിനകത്തേക്ക് ഇങ്ങനെ ഒരു ഷോയ്ക്കകത്തേക്ക് ഫാമിലിയെ കൊണ്ടുവരുന്നത് ഒരു വലിയ എന്തോ കാര്യമായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ വരട്ടെ എന്നുള്ളതാണ്. ആൻഡ് ദ സെയിം തിങ് അവരും ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഫാമിലിയെ കൊണ്ടുവരണമെന്ന്. അപ്പോൾ അടുത്ത കാർഡിലുള്ളതെന്ന് പറഞ്ഞാൽ അതിനെ കളഞ്ഞ്, അതായത് ഈ 3 പേരെ കൊണ്ടുവരണ്ട എന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഡിനേ ചെയ്യാനുള്ള റൈറ്റ്സ് കൊടുക്കുകയാണ്. വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ 750 പോയിന്റ്സ് കിട്ടും. എന്ത് വേണമെന്നാണ് ബിഗ് ബോസ് ചോദിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് അവർ വരട്ടെ. അതിന് അവരുടെ ഒരു എക്സ്പ്ലനേഷനാണ് ഈ കയ്യടി വരുന്നത്. ഇപ്പോൾ പലരും എക്സ്പെക്ട് ചെയ്യുന്നത് ഭയങ്കര സംഭവമാണ്, ഭയങ്കര സെലക്ഷൻ ആണെന്ന് പറയും. അത് ആദിലെയാണ് കൂടുതൽ എക്സ്ട്രീമായിട്ട് പറഞ്ഞത്, ഫാമിലിയുടെ ബേസ് ചെയ്ത്. അതിലൊരു ഫാമിലി ഓറിയൻറ്റഡ് ഗേൾ തന്നെയാണ്. നൂറയെ പോലെ ഫാമിലിയെ വെറുപ്പുള്ളവളല്ല. ആ നൂറയ്ക്ക് ഭയങ്കര വെറുപ്പാണ് സ്വന്തം ഫാമിലിയല്ല. ഇതിൽ ഞാൻ പറയുന്ന പോയിന്റ്സ് മേ ബി എല്ലാവർക്കും ഉൾക്കൊള്ളണമെന്നില്ല. ഞാൻ ഓൾമോസ്റ്റ് ട്രാൻസ് വിഭാഗവുമായിട്ടൊക്കെ നല്ല ഇടപഴകുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ എനിക്ക് ഏകദേശം ഇവരുടെ ഒരു വേവ് ലെങ്ത് മനസ്സിലാകും. ഈ പെൺകുട്ടികൾ പുറത്തേക്ക് വന്ന് ആദ്യം എത്തിയത് എക്സ് മുസ്ലിമിൻ്റെ കയ്യിലാണ്, പ്രത്യേകിച്ച് ആരിഫ് ഹുസൈൻ്റെ കയ്യിൽ. ആരിഫ് ഹുസൈൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുട്ടികളെയും കൊണ്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവന് ഇസ്ലാം കമ്മ്യൂണിറ്റിയുള്ള വെറുപ്പ് കൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഇവൻ കൂടുതൽ ഹൈപ്പ് കൊടുത്തത്. ഇതിൽ ആദില പ്രശ്നക്കാരിയാണ്, അവർ ലെസ്ബിയൻ തന്നെയാണ്. പക്ഷെ നോറയെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ മുഴുക്ക അവൾക്ക് വെറുപ്പ് ഫാമിലിയോടാണ്. ആദിലയ്ക്ക് അതില്ല. ദാറ്റ് മീൻസ് വാട്ട്, ഈ ഒരു വിഭാഗത്തിലുള്ള കുട്ടികൾ അവരേറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി അംഗീകരിക്കണം എന്നുള്ള ഒരു ത്വരയാണ്. അതാണ് ഞാൻ പറഞ്ഞത് അവൾ ട്രാൻസ് അല്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ റീസൺ അതാണ്. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. നോറയ്ക്ക് വീട്ടുകാർ കാണിക്കുന്ന വെറുപ്പ്, അകൽച്ച, അവരുടെ അമ്മയ്ക്കുള്ള ആ ഒരു അധികാര മനോഭാവം, ഇതിനൊക്കെയാണ് നോറ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. അതാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ഇവർ തമ്മിൽ അതിനകത്തും ഒരു സെപ്പറേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴും പരസ്പരം വഴക്കടിക്കുക, അങ്ങോട്ട് മാറി ഇരുന്ന് സംസാരിക്കും. ഇവർ ഒന്നിച്ച് ജോഡിയായിട്ടല്ല നടക്കുന്നത്. അവരങ്ങനെ അഡിക്റ്റഡ് അല്ല. ആ പെൺകുട്ടിക്ക് വീട്ടിൽ ഏർപ്പെട്ട ബുദ്ധിമുട്ടുകൾ അവൾ ആദിലയായിട്ട് ഷെയർ ചെയ്യുകയും ആദിലയുടെ ആ ലെസ്ബിയനിസം വേക്കപ്പ് ആവുകയും അത് അവളിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ് ചെയ്തത്. എന്തുകൊണ്ട് ഞാൻ ഈ ലെസ്ബിയൻ സിസ്റ്റത്തിനെ എതിർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും മകളും തമ്മിൽ
ഇൻറ്റിമേറ്റ് കാണിച്ചാൽ പോലും ആളുകൾ ഇതിനെ ഈ രീതിയിലാണ് പറയുന്നത്. നമുക്കൊരു നല്ലൊരു സുഹൃത്തുണ്ടെങ്കിൽ അവരോട് ഇൻറ്റിമസി കാണിക്കാനൊക്കത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ചിലപ്പം ഇത് ട്രാൻസ് വിഭാഗക്കാർക്ക് ഇത് ഭയങ്കര അക്സെപ്റ്റൻസ് ആയിരിക്കും, സന്തോഷമുള്ള കാര്യമായിരിക്കും. പക്ഷെ നമുക്കിത് അങ്ങനെ അല്ലാത്ത ഒന്നാകുമ്പോൾ അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഇറിറ്റേഷൻ വരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഏറ്റവും നല്ലൊരു സുഹൃത്തിനെ നോക്കി നിന്റെ കാമുകനാണോ അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, അതാണ് ചെയ്യാത്തൊരു കാര്യത്തിനെ പറ്റി ആ രീതിയിൽ ആളുകൾ അനലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്. ഈ വിഷയത്തിൽ ആദില കുടുംബത്തെ നല്ല സ്നേഹിക്കുന്നുണ്ട്, കുടുംബത്തിനെ പറ്റി അവൾ മോശം പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ 25 ഇയേഴ്സ് ഒരു മെച്യൂരിറ്റി പോയിന്റ് ആണോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. 18 കഴിഞ്ഞ് അവർ വിവാഹം എന്നൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പരസ്പരം ഒന്നായി ജീവിച്ചാൽ മാത്രമേ ഒന്നാകൂ എന്നല്ല. ഇവർ ഒന്നായി ജീവിച്ചിട്ട് നാളെ കുട്ടികളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, വേറെ ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. ഈ ഒരു ഏത് കമ്മ്യൂണിറ്റിയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ സമ്മതമില്ലാതെ വിവാഹം ഒന്നും നടക്കത്തില്ല. അവളെ പെട്ടെന്ന് വേറൊരാൾക്ക് കെട്ടിച്ചൊന്നും കൊടുക്കാൻ ഒക്കത്തില്ല. കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് അവൾക്ക് അവിടെ തുടരാൻ പറ്റും. അതിനകത്തൊന്നും ഒരു പ്രശ്നവും ഇല്ല, ഒരു പ്രശ്നവും സംഭവിക്കാനില്ല. പക്ഷെ അവളെ അവിടുന്ന് വലിച്ചിറക്കി കൊണ്ടുവന്ന് അവരെ പറ്റി വളരെ മോശമായി പല ചാനലുകളിൽ ഇരുന്നു കൊണ്ട് ആ കുടുംബത്തെ അവഹേളിച്ച ആദിലയും നൂറയും എന്ത് കാരണം കൊണ്ടാണ് ഫാമിലി വേണമെന്ന് ആഗ്രഹിക്കുന്നത്? അവർക്കൊരു നാണമില്ലേ? അവർക്കൊരു അഭിമാനമില്ലേ? നമ്മൾ പുറം ലോകത്തേക്ക് വരുമ്പോൾ അത് ഏത് വിഭാഗമായിരുന്നാലും ശരി, നമ്മുടെ ഫാമിലിയെ നമ്മൾ പുറത്തേക്ക് വൃത്തികെട്ട രീതിയിൽ അവതരിപ്പിക്കരുത്. നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? എൻ്റെ ഫാമിലി എന്നെ ഇങ്ങനെ ചെയ്തു, എൻ്റെ ഫാമിലി അങ്ങനെ ചെയ്തു, എൻ്റെ ഫാമിലി ഭയങ്കര കുഴപ്പമാണ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഇമ്പോർട്ടൻസ് കിട്ടുമെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഒരിക്കലുമല്ല. യു ആർ ആൾസോ ബിലോങ്സ് ടു ദാറ്റ് ഫാമിലി. നിങ്ങൾ ആ കുടുംബത്തിലുള്ളതാണ്, നിങ്ങൾ ആ കുടുംബത്തെ വാരിസാണ്. നിങ്ങൾ ആ കുടുംബത്തെ കളിയാക്കി പറയുമ്പോൾ നിങ്ങൾ താൽക്കാലികമായി ജയിക്കുന്നു, പക്ഷെ നിങ്ങൾ ആ കുടുംബത്തിലെ അംഗമാണ്. മറ്റുള്ളവർ നിങ്ങളെ ആ കുടുംബത്തിലെ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത്, അല്ല നിങ്ങൾക്ക് സ്പെഷ്യാലിറ്റി ഒന്നും തരില്ല. ഓ അങ്ങനെയാണോ, ശരി. ഈ സഹതാപ തരംഗം കൊണ്ടുവരുന്ന മനുഷ്യരുടെയൊക്കെ ഉള്ളിലുള്ള ഒരു സംഗതിയാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ പല സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ്, ഷെഫീന പറയുന്നത് കേൾക്കുന്ന ഒരു ഓഡിയൻസ് ഒരു സ്പെസിഫിക് ഓഡിയൻസ് മാത്രമാണെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്നത് അംഗീകരിക്കാൻ മനസ്സിലാക്കാൻ കാലമെടുക്കുന്ന ഒരു തരം ടോപ്പിക്കുകളാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്കത് മനസ്സിലാകാത്തത്. പലരും പറയും നമ്മളെ വീട്ടുകാർ ഉപദ്രവിച്ച് നമ്മൾ പറയണ്ടേന്ന്. ഉദാഹരണം ഷാജി എന്തായിരുന്നു ആ ഉമ്മയെപ്പറ്റി എന്തെല്ലാം പറഞ്ഞു അവള്? ആരവഹേളിക്കപ്പെട്ടു? അവളും അവളുടെ ഉമ്മായും അവഹേളിക്കപ്പെട്ടു. അമ്മയും മകളുമാണ്. ഒരു സോറി പറഞ്ഞാൽ അമ്മ തീർന്നു. അമ്മ പോയി കെട്ടിപ്പിടിക്കും, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ജീവൻ കളയും. ഷാജിദയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അമ്മയെ വരുള്ളൂ കരയാനായിട്ട്. നമ്മളൊക്കെ എത്തുന്നതിന് മുമ്പേ ആ ഉമ്മ എത്തും. അപ്പോൾ അവൾ പറഞ്ഞതൊക്കെ എവിടെ? ആര് നാറി? ആർക്ക് പ്രശ്നം? ഇത്രയേ ഉള്ളൂ. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അവരുടെ അവസ്ഥയാണ് അത്. അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഗവൺമെന്റ് സെക്ടറിൽ നിന്ന് ആളുകൾ ഉണ്ടാകണം. അവിടെ പരാതിയാണ് കൊടുക്കേണ്ടത്. ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണമെന്നല്ല, ഞങ്ങളുടെ റൈറ്റ്സിനെ അവർ ചോദ്യം ചെയ്യുന്നു. ഞങ്ങൾ ഇതാണ് എന്ന് അടിച്ചു പറഞ്ഞവർ സെപ്പറേറ്റഡ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവരെ പൊതുസമൂഹം അംഗീകരിച്ചേനെ, അക്സെപ്റ്റ് ചെയ്തേനെ. ഈ വെകിടത്തരം കാണിക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എനിക്ക് യോജിപ്പില്ല. പ്രകൃതിക്കൊരു നിയമമുണ്ട്. പ്രകൃതി നിയമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രകൃതി നിയമം എന്താന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഇടപഴകുക, അതിൽ കൂടെ കുടുംബം ഉണ്ടാകുക, അതിൽ കൂടെ മുൻപോട്ട് പോവുക. ഇതല്ലേ? സൗഹൃദങ്ങൾ ഉണ്ടാകാം. ലെസ്ബിയൻ സൗഹൃദങ്ങളാണ്, ഗേ സൗഹൃദങ്ങളാണ്. ആ ഗേ സെക്സ് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, ഇത് ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാരും ചെയ്യുന്നുണ്ട്, ഭാര്യ ഭർത്താവും ചെയ്യാറുണ്ട്, തർക്കമൊന്നുമില്ല. ഗേ സെക്ഷലൊക്കെ ചെയ്യുന്നത് പോലെ ഫാമിലി ഭാര്യ ഭർത്താക്കന്മാരും ചെയ്യാറുണ്ട്, താല്പര്യമുള്ളവർ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഓഫ്കോഴ്സ് അത് പ്ലഷറാണ് അല്ലേ? ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണത്. അതുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്. ഇതിന് മതബോധം എന്നല്ല പറയുക, കോമൺ സെൻസ് എന്നാ പറയുക. ഇത് നവോത്ഥാന നായകർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഉൾക്കൊള്ളാൻ പറ്റുന്ന സാധനമല്ല. നിങ്ങൾ രണ്ട് വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുന്ന മനുഷ്യർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് പെണ്ണുമായിട്ട് ഒക്കത്തില്ല, ഐ മീൻ ആണ് പെണ്ണുമായിട്ട് ഒക്കത്തില്ല, നിങ്ങൾക്ക് പെണ്ണുമായിട്ടേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നും. സോ നിങ്ങൾ അതിനെ ഓപ്പറേഷൻ ചെയ്ത് ചേഞ്ചസ് വരുത്തി നിങ്ങൾ അങ്ങനെ ജീവിക്കുന്നു. അപ്പോഴും ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള ട്രാൻസ് വിഭാഗങ്ങൾ വിവാഹം കഴിച്ചു, എത്ര പേര് വിവാഹം കഴിച്ചു? കഴിച്ചവരെയൊക്കെ നോക്ക്, അവർ പെണ്ണുമായിട്ടാണോ സർക്കസ് കാണിക്കുന്നത്? ആണുമായിട്ടാണോ സർക്കസ് കാണിക്കുന്നത്? അല്ലല്ലോ. ആണ് പെണ്ണായി മാറി, പെണ്ണ് ആണായി മാറി, ആൺ പെൺ വിവാഹം. അപ്പോൾ അതൊരു സിസ്റ്റം അല്ലേ? അവരും അത് അംഗീകരിക്കുന്നില്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യവസ്ഥയിൽ ഈ ഒരു ഭാഗം കൊണ്ടുവരുമ്പോൾ ഇത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സബ്കോഴ്സ് നിങ്ങൾ ലെസ്ബിയൻസ് ആണ്, നിങ്ങൾക്ക് പരസ്പരം താല്പര്യമുണ്ട്, സമ്മതിച്ചു. ബട്ട് വാട്ട് കൈൻഡ് ഓഫ് മാരേജ് ഈസ് ദാറ്റ്?
ഇനിയിപ്പോൾ അങ്ങനെയാണെന്ന് തന്നെ വെക്കുക, നിങ്ങൾക്കത് ആഗ്രഹമാണ്, ഓക്കെ, അംഗീകരിച്ചു, സമ്മതിച്ചു. അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഇവിടെ സമ്മതിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല, ഗഹനമായൊന്നും ഞാൻ പോകുന്നില്ല. അത് പരസ്പര സമ്മതത്തോടു കൂടി ചെയ്തുകൂടെ? ഇപ്പോൾ അഭിഷേക് കെ എന്ന് പറയുന്ന ഒരാൾ അതിനകത്തുണ്ടായിരുന്നു. അവൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ? ഞാൻ അംഗീകരിച്ചു എൻ്റെ മകൻ ഗേ സെക്ഷൽ ആണെന്ന്. അംഗീകരിച്ചില്ലേ? ആൻഡ് എഗെയിൻ ആ കുടുംബം ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അവരെ അപഹേളിക്കുന്നവരും വീണ്ടും 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 നിങ്ങൾ അവരെ ഇതുപോലെ നാറ്റിക്കുമ്പോൾ അതിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അവരനുഭവിക്കണ്ടേ? നമ്മളൊരു സ്ഥലത്ത് താമസിക്കുന്നു, ആ ചുറ്റളവിൽ, ആ കുടുംബത്തിൽ ആണെങ്കിൽ പ്രശ്നമില്ല. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലിരുന്നാണ് ഈ കുട്ടികൾ പേരൻസിനെ കളിയാക്കിയത്, പേരൻസിനെ മോശം പറഞ്ഞത്. എന്തടിസ്ഥാനത്തിലാണ് ആദില ഫാമിലി എക്സ്പെക്ട് ചെയ്യുന്നത്? എനിക്കറിയില്ല, വരുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. വന്നാൽ തന്നെ അതൊരു വെരി ഗ്രേറ്റ് തിങ് ആണ്. കാരണം പേരൻസിന് മക്കളെ കളയാനൊക്കത്തില്ലല്ലോ, അതുകൊണ്ട് അവർ വരും. നോറ പറയുന്നുണ്ട്, നോറ എന്തൊക്കെ മോശം ഉമ്മയെ പറ്റി പറഞ്ഞു. കൺസീവ് ആകുമ്പോൾ, പ്രഗ്നൻസി വരുമ്പോൾ, അതിൽ കൂടെ ഡെലിവറി വരുമ്പോൾ, ഡെലിവറിക്ക് ശേഷമുള്ള കുറച്ച് ദിവസങ്ങളെ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ ഒരമ്മയായാൽ മാത്രം ചുരുക്കം അതാണ് മനസ്സിലാകുന്നതാണ് ഒരമ്മയുടെ പെയിൻ. നമ്മുടെ അമ്മമാർ നമ്മളെ തെറി പറയും, മോശം പറയും, തല്ലും, വളരെ അറാസ് ചെയ്യും. ഒരു പ്രണയം ഉണ്ടായാൽ ഭയങ്കരമായിട്ട് കാമോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇകഴ്ത്തും. ഉണ്ടാവും, എല്ലാവർക്കും ആ എക്സ്പീരിയൻസ് ഉണ്ടാവും, പ്രേമിച്ചവർക്കൊക്കെ ഉണ്ടാവും. അമ്മ പറയും നിനക്ക് ഇത്ര കാമപ്രാന്താണോ എന്ന് ചോദിക്കും. നമുക്ക് ഏറ്റവും ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു റിലേഷൻഷിപ്പിനെ അമ്മ കാമം കൊണ്ടാണ് അത് അളക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. അവരെ എത്രയും ഡീഗ്രേഡ് ചെയ്യുന്നത് സൊസൈറ്റിയിൽ നിങ്ങൾ കൂടുതൽ അവഹേളിക്കപ്പെടാതിരിക്കാനാണ്. മിക്കവാറും അമ്മമാരായാലും പേരൻസ്, അച്ഛനായാലും അമ്മയായിരുന്നാലും പേരൻസ് കുട്ടികളെ ഉപദ്രവിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്യുന്നത് പുറത്തൊരാളത് ചെയ്യാതിരിക്കാനാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പണിഷ് ചെയ്യും, തേർഡ് പേഴ്സൺ ചെയ്യണ്ട എന്നുള്ളത് കൊണ്ടാണ്. ഞാനൊരു അടി അടിച്ചാൽ എത്ര നോക്കും? അതേസമയം പുറത്തുള്ളവൻ അങ്ങനെ അടിക്കുമോ? അടിക്കുമ്പോഴും എൻ്റെ കൈക്ക് ഒരു പിടിത്തം ഉണ്ടാകും. എന്തുകൊണ്ടാണ്? എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെയാണ് ഞാൻ അടിക്കുന്നത്. ആ ഒരു കെയർ ഉണ്ടാവും. എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിനകത്ത് ഒരു ഗ്രേറ്റ്നെസ്സും ഇല്ല. അവരുടെ ആ ഒരു ഗ്രാഫ് ഉയരും, അവർ ഭയങ്കര ഗ്രേറ്റ് ആവും എന്നൊക്കെ കമൻസ് കണ്ടു. വാട്ട് ഫോർ? അവിടെ പ്ലേക്കാണ് പോയത്. ഓൺലി 90 days ഓർ 100 days. ഈ ഇത്രയും ദിവസത്തിൽ ഇടയ്ക്ക് അവർക്ക് ഔട്ടാകാൻ പറ്റും. ഇത്രയും ദിവസം പോയിരിക്കുന്ന ഒരു വലിയ സംഗതിക്കാണ് അത് വിൻ ചെയ്യുക എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യം. ആൻഡ് അവർ എടുത്തിരിക്കുന്ന ടാസ്ക് ഈ ബാക്കിയുള്ള അത്രയും ആൾക്കാരെ ബേസ് ചെയ്തിട്ടാണ്. അവിടെ ഫാമിലി വരുന്നതും പോകുന്നതും അല്ലല്ലോ വിഷയം, അവിടെ നിലനിൽപ്പല്ലേ, സർവൈവൽ ടാസ്ക് അല്ലേ ആദ്യം വേണ്ടത്. 750 പോയിന്റ്സിന് എന്തൊക്കെ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റും? അവരത് ചിന്തിച്ചില്ല. പകരം അവർ ചിന്തിച്ചെന്താണെന്നറിയാമോ? ഞാൻ ഇന്ന് ഈ ഫാമിലിയെ ഞങ്ങൾ ചൂസ് ചെയ്താൽ നാളെ നമ്മളെ ഫാമിലി അവർ ചൂസ് ചെയ്യുമെന്ന്. ഒരിക്കലുമില്ല. അങ്ങനെ ചെയ്യുന്നവൻ അതിന് കണ്ടസ്റ്റന്റ് ആയിട്ട് ഇരിക്കാൻ പോലും അർഹനല്ല. അതൊരു പ്ലേ ആണ്. ആ ഗെയിമിലേക്ക് ഇത്തരം സെന്റിമെന്റ്സ് കുത്തി നിറയ്ക്കരുത്. ദെൻ ഹൗ കംസ്? ഇപ്പൊ രണ്ടുപേര് തമ്മിൽ കളിക്കുകയാണ്. അവൻ ഇപ്പൊ അതിനകത്ത് ഒരു കുട്ടിയുണ്ടല്ലോ, അഭിലാഷിന് കാൽ സുഖമില്ല. നമ്മുടെ സിമ്പതി ക്രിയേറ്റ് ചെയ്തിട്ട് ഞാനും അവനും കൂടെ ഒരു കോമ്പറ്റീഷൻ വെക്കുകയാണെങ്കിൽ അവന് കാൽ സുഖമില്ലാത്തല്ല, അവൻ ജയിച്ചു പോട്ടെ എന്ന് വിചാരിച്ചാൽ ആസ് എ പ്ലെയർ നീ ഒരു ഫെയില്യൂർ എന്നല്ലേ അർത്ഥം. ഇത് എങ്ങനെയാണ് ഗ്ലോറിഫൈ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് കണ്ട കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിനകത്ത് ഞാനൊരു ഈ പറയുന്ന LGBTQ അവോയ്ഡ് ചെയ്യണതൊന്നുമല്ല. എവറിത്തിങ്, എല്ലാത്തിനും അതിൻ്റേതൊരു പാത്തുണ്ട്. ഇപ്പോൾ എനിക്കൊരു കാര്യം സാധിക്കണം, ഞാൻ പോയി വീട്ടിൽ കിടന്ന് ഷോ കാണിക്കണം, പട്ടി ഷോ കാണിച്ചിട്ട് അത് സാധിക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. അഥവാ അത് സമ്മതിച്ചു തന്നാലും ഈ പട്ടി ഷോ കാണണ്ട എന്ന് വെച്ചുകൊണ്ട് വീട്ടുകാർ അനുവദിച്ചിരുന്നായിരിക്കും. അതേസമയം ഇതിൻ്റെ നെസസിറ്റി എനിക്ക് എന്താണെന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിച്ചാൽ വളരെ അമിക്കബിളി ആ വിഷയം അവിടെ സോൾവ് ആകും. ആ സംഗതി നമുക്ക് കിട്ടുകയും ചെയ്യും. അതാണ് ക്ലെവർനെസ് എന്ന് പറയുന്നത്, കുറുക്കൻ്റെ ബുദ്ധി എന്ന് പറയും. അത് വേണം. അതില്ലാത്തവരോട് ഫെയിലായി പോകും. മേ ബി ഇപ്പോൾ ഒരു ഹൈപ്പൊക്കെ കിട്ടും. ബട്ട് ആസ് എ കണ്ടസ്റ്റന്റ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന യഥാർത്ഥത്തിൽ ആ ഒരു ഒരു പ്രോഗ്രാമിനെ മനസ്സിലാക്കിയവർക്ക് അവരൊരു ഫെയില്യൂറായിട്ടേ ഫീൽ ചെയ്യുള്ളൂ. അവിടെ ഇതിനാണ് വർക്ക്, ഇതിനല്ല. ഇതിവിടെ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഇതാണ് അവിടെ വർക്ക് ചെയ്യേണ്ടത്. ക്ലെവർ ആയിരിക്കണം. ഇത്രയും കണ്ടസ്റ്റന്റിൽ നിന്ന് ഞാൻ വ്യത്യസ്തയാണെന്നും ആ വ്യത്യസ്തതയിൽ നിന്ന് ഞാൻ മികവുള്ളവരാണെന്നും കാണിക്കുക എന്നുള്ളതാണ് ആ ഷോയുടെ തന്നെ ശരിയായ മോട്ടോ. അതെന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഇത് അവിടെ വന്ന കമൻസ് കൂടുതലും മൈ ഗോഡ് ആദില ഗ്രേറ്റ്. ഹൗ കംസ്? ഫാമിലിയെ അവൾ സ്നേഹിച്ചിരുന്നെങ്കിൽ അവൾ ഇങ്ങനൊരു വേല ചെയ്യുമോ? ആൻഡ് അവളുടെ ഫാമിലി അവൾ എപ്പോഴും സെക്യൂർ ആക്കി വെക്കുന്നു. നൂറ ഇരുന്നുകൊണ്ട് പറയുന്നു, ഈ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ നോറ പറയുന്നത് പാടില്ല എന്ന് പറയാനുള്ള ബോധം ആ കുട്ടിക്കില്ലേ? നല്ല കൂട്ടുകാരല്ലേ? ലെസ്ബിയൻ സെക്കൻഡ്, അവർ നല്ല സൗഹൃദമുള്ളവരല്ലേ?
ഒന്നിച്ച് വളർന്നവരല്ലേ? ആ കുടുംബത്തിനെ പറ്റി ആദിലയ്ക്ക് അറിയില്ലേ? നാളെ എങ്ങനെയായാലും കാണണം എന്നൊരു ബോധമില്ലേ? ഈ പ്രണയിക്കുന്നവരായിരുന്നാലും ഇത്തരത്തിൽ വീട്ടുകാരെ തട്ടിക്കളഞ്ഞിട്ട് ഇറങ്ങി വരുന്നവരായിരുന്നാലും ഒരു നിമിഷം ചിന്തിച്ചൂടെ? നമ്മൾ ജനിച്ച് വളർന്നത് അവർക്കൊപ്പമല്ലേ? അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു ബേസിക് മര്യാദയില്ലേ? അവരതാണോ ചെയ്തത്? ഈ എക്സ് മുസ്ലിമിൻ്റെ കൂടെ ചേർന്നിരുന്നുകൊണ്ട് കമ്മ്യൂണിറ്റി അവഹേളിക്കാൻ കൂട്ടുനിന്ന 2 കുട്ടികളാണ്. കമ്മ്യൂണിറ്റി എന്ത് പഴിച്ചു? ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നതാണ്, ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്നത് മുസ്ലിങ്ങളിൽ നിന്ന് വന്ന LGBTക്കാരാണ്. ഇവിടെ ആകെ 1000 പേരേ ഉള്ളൂ കേരളത്തിൽ. പക്ഷെ അതിൽ 900 ആൾക്കാരും മുസ്ലിംസാണ്. ലുക്ക് അറ്റ് ദാറ്റ്. അതെന്തുകൊണ്ടാണ്? ഹൈപ്പ് കൊടുക്കുന്നത് കൊണ്ടാണ്. ഹൈപ്പ് കൊടുത്ത് ആ ഒരു കമ്മ്യൂണിറ്റിയെ ഡീഗ്രേഡ് ചെയ്യുക. അവരത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുന്ന മനുഷ്യരാണ്. ഈ പറയുന്ന ലൂത്ത് നബി ബൈബിളിലുമുണ്ട്, ഇസ്ലാം കമ്മ്യൂണിറ്റിയിലുമുണ്ട്. അവിടുന്ന് ഒരാൾ വന്ന് അവർ മൈൻഡ് പോലും ചെയ്യാറില്ല. ദേ ഡോണ്ട് കെയർ. റീസെൻ്റ്ലി ഒരു മാരേജ് സ്പോയിലായത് പയ്യൻ ഗേ ആയിട്ടാണ്. വിവാഹം വരെ നടന്നു. ആ പെൺകുട്ടിയുടെ ജീവിതം പാഴാകുന്ന ഒരു അവസ്ഥ വന്നപ്പം ആ പെൺകുട്ടിയെ മോശം പറഞ്ഞുകൊണ്ട് അവൻ കയറിപ്പോയി. ഇപ്പൊ ഈ ഇടയ്ക്ക് നടന്ന ഒരു കഥയാണ് പറയുന്നത്, നടന്ന സംഭവമാണ് പറയുന്നത്. എത്ര പേര് ഹൈപ്പ് കൊടുത്തു? അവൻ്റെ ആ ഗേ സെക്ഷുവാലിറ്റിയെ പറ്റി എത്ര പേര് പറഞ്ഞു? അതൊരു ഇസ്ലാം കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ എന്തൊക്കെ നടക്കും? എത്ര വൾഗറായിട്ടായിരിക്കും അത് സംഭവിക്കുക? ഇതിൽ മാത്രം സംഭവിക്കുമ്പോൾ അവർക്കൊരു ചാനൽ വരുന്നു, അവരതിനകത്തിരുന്ന് നിരന്തരം ഇതുപോലത്തെ പോക്രത്തരങ്ങൾ കാണിക്കുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ പലരും പോയി കമൻ്റ് ഇടുന്നു. ആൻഡ് കമൻ്റ് ത്രൂ അവർക്ക് അക്സെപ്റ്റൻസ് കിട്ടുന്നു. ഇതാണ് പ്രശ്നം. ഇതൊരു പൊതുവായ ഒരു വിഷയമായതുകൊണ്ട് മാത്രമാണ് ഞാനിത് അവതരിപ്പിച്ചത്. എനിക്കറിയില്ല ഇത് എത്ര പേർക്ക് അക്സെപ്റ്റൻസ് ആകുമെന്ന്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ബിഗ് ബോസ് സീസൺ കാണാനുള്ള ഒരു റീസൺ ആദില നൂറയാണ്. ഹൗ വാട്ട് എന്നുള്ളത് കാണാൻ വേണ്ടി തന്നെയാണ് ചെയ്തത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അതിൽ ഒരാൾക്ക് പ്രശ്നമുണ്ട്, മറ്റേയാളെ ആ സ്നേഹത്തിൻ്റെ പുറത്ത് ചേർത്ത് നിർത്തിയാണ്. ഇവർക്കിത് എപ്പോൾ റിയലൈസ് ആകുമെന്ന് അറിയുമോ? എന്നെങ്കിലും ഒരു ദിവസം ഇവർ തമ്മിലൊരു പ്രശ്നം വരുമ്പോൾ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അമ്മയോട് അടികൂടാൻ കഴിയുന്ന നോറയ്ക്ക് ആദിലയോട് അടികൂടാൻ എത്ര നേരം വേണം? അമ്മയെയും സഹോദരങ്ങളെയും ഉപ്പായെയും വിട്ടിറങ്ങി വന്ന ആദിലയ്ക്ക് ഈ പറയുന്ന നോറ വേണ്ടാന്ന് നോക്കിയാൽ എത്ര നേരം വേണം? നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാലഘട്ടത്തിലല്ല. 2-ൽ ഒരാൾക്ക് ഒരു അസുഖം വന്നു പോയി, ലോണായോ? നമ്മളിതൊക്കെ ചിന്തിക്കണം. ഒരു വിഷയത്തിലേക്ക് നമ്മൾ എടുത്ത് ചാടുമ്പോൾ അതിൻ്റെ വരും വരായികകൾ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കുക. അത് ചെറിയ പ്രായത്തിൽ പോലും നമ്മളത് ചെയ്യണം. എന്തുകൊണ്ടാണ് ഒരു കുഴി നിറച്ച് വെള്ളം കിടക്കുന്നിടത്തേക്ക് നമ്മൾ ചിലപ്പോൾ നമ്മളവിടെ സ്റ്റോപ്പ് ആവുന്നത്? കുഴിയുടെ ആഴം അറിയില്ല, അത് വെള്ളമാണ്, നമുക്ക് നീന്താൻ അറിയില്ല. നമ്മളിതൊക്കെ ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ആ വരും വരായിക എന്ന് പറയുന്നത് അതാണ്. അതിലേക്ക് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ അനുഭവിക്കുക എന്നുള്ളതാണ്. അത് വേണ്ട എങ്കിൽ നമ്മൾ ചിന്തിക്കുക, നീന്തൽ പഠിക്കാം, വെള്ളം കോരി വറ്റിക്കാം, വഴി ഒഴിഞ്ഞു പോകാം. ഇതൊക്കെ നമുക്ക് ചെയ്യാം. ഇതൊക്കെ കോമൺ സെൻസ് എന്ന് പറയും. LGBT കമ്മ്യൂണിറ്റിയുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ തോന്നിയ ചില കാര്യങ്ങളാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. അവർ ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആകുന്നതും അക്സെപ്റ്റൻസ് കിട്ടുന്നതും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. മറ്റുള്ളിടങ്ങളിൽ അവർ വെറും ബ്ലസ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് മാത്രമാണ്, സെക്സ് ടൂൾസ് മാത്രമാണ്. കേരളം അംഗീകരിച്ച ഒരു വിഭാഗമാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു കുട്ടി അങ്ങനെ വന്നാൽ അത് ആ കമ്മ്യൂണിറ്റിയിൽ ആ വിഷയം അവതരിപ്പിക്കുകയും അത് സൈക്കോ പ്രോബ്ലം അല്ല എന്നും അത് അവരുടെ ഒരു ഇതാണെന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഇന്നത്തെ കമ്മ്യൂണിറ്റിക്ക് സാധിക്കും. ഇന്നെല്ലാം അക്സെപ്റ്റൻസ് ഉള്ള സംഗതിയല്ലേ. പക്ഷെ ചെയ്യാതെ ആരിഫ് ഹുസൈനൊപ്പം ചേർന്ന് ഈ കമ്മ്യൂണിറ്റിയെ ഏറ്റവും അവഹേളിച്ചത് ഈ 2 എണ്ണമാണ്. ഇപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് പേരൻസിനെ വേണമെന്ന് പറയുമ്പം മതവിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന ആ മനുഷ്യർ അനുഭവിച്ച നാണക്കേടിനെ പറ്റി തുച്ഛം ഓർമ്മയുണ്ട്. ഷാഹിദ ഷാജിയും സെയിം. എന്തുകൊണ്ട് ഓർത്തില്ല? തുണിയില്ലാത്ത അമ്മയുടെ പിക്ചർ എടുത്ത് പബ്ലിക്കിൽ ഇട്ട് കൊടുത്താൽ അമ്മയെ തോൽപ്പിക്കാമെന്ന് ചിന്തിച്ച ആ പെണ്ണിൻ്റെ ബോധ നിലവാരം ഒന്ന് ആലോചിച്ച് നോക്കും. നാളെ അവൾക്ക് ദേഷ്യം വരും, അവൾ ഇതുപോലെ എന്തെങ്കിലും പേക്കൂത്ത് മക്കളെടുത്ത് കാണിച്ചാൽ, കുട്ടികളെടുത്ത് പബ്ലിഷ് ചെയ്താൽ അവൾ അനുഭവിക്കുന്ന വേദന എന്തായിരിക്കും? നമ്മൾ നമ്മുടെ വീട്ടുകാർക്കൊപ്പം, നമ്മുടെ കുടുംബത്തുകാർക്കൊപ്പം, നമ്മുടെ കൂട്ടുകാർക്കൊപ്പം ഒരു നിമിഷം സന്തോഷമായിരുന്നാൽ അവരെ മറ്റുള്ളവരുടെ മുൻപിൽ ഇകഴ്ത്താതിരിക്കാനുള്ള സാമാന്യ ബോധം നമ്മൾ കാണിക്കണം. ഏത് റിലേഷൻഷിപ്പും ഗ്രേറ്റാണ്. അത് ഒരു ചെറിയ പ്രശ്നമുണ്ടാകുമ്പോൾ നമുക്കവർ വേണ്ടാത്തവരാകുകയും അവരെപ്പറ്റി ഏറ്റവും മ്ലേച്ഛമായ കാര്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യുന്നത് പോലെ കുടിലത വേറെ ആർക്കും ഉണ്ടാവില്ല. അത്തരം കുടില ശക്തികൾ ഒരു കാലവും നന്നായി ചരിത്രവുമില്ല. അത്രേ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ പോയി വീണ്ടും കാണട്ടെ. അടുത്ത റിവ്യൂമായിട്ട് കാണാം. നന്ദി.